ഒരു 10 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 ദിവസം കഴിയുമ്പോൾ പോയിട്ട് തട്ട ഇങ്ങനെ വലിച്ചു നോക്കണം. വലിച്ചു നോക്കി കഴിയുമ്പോൾ ഓൾറെഡി ഈ തട്ട ഇങ്ങനെ ഊരിപ്പോരണം. അതായത് 10-18 ചിമ്പിനടുത്ത് പുതിയതായിട്ട് ഉണ്ടായി വരുന്നത് കൂട്ടി ഒരു 10-20 ചിമ്പ് ഓൾറെഡി ഇപ്പോൾ ഇതിന് ചുവട്ടിലുണ്ടായിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പ്രസാദേട്ടൻ്റെ അടുത്ത് തന്നെയാണ്, കാൽവരിമൗണ്ട്, ഇടുക്കി ജില്ലയിലെ. ഇന്നൊരു ടിപ്പ് പ്രധാനമായിട്ടും പറഞ്ഞു തരുന്നു. കാരണം ഈ അടമഴയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തോട്ടങ്ങളിലെ ഏലം അഴുകിപ്പോയിട്ടുണ്ട്. ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ഈ അഴുകിയ ചെടിയിൽ എങ്ങനെ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാം, ഇതിനെപ്പറ്റിയാണ് പ്രസാദേട്ടൻ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇപ്പോൾ പ്രസാദേട്ടൻ അടുത്ത് നമ്മുടെ ഉണ്ട്. അപ്പോൾ കണ്ടോ, പുതിയ ചിമ്പ് അടിച്ചു വന്നിട്ടുണ്ട്, അഴുകിപ്പോയതാണ് ഇതെല്ലാം കണ്ടോ. അപ്പോൾ പ്രസാദേട്ടൻ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ കർഷകർക്ക് വേണ്ടിയിട്ട് ഈ അഴുകിപ്പോയ ചോട്ടിൽ ഏലത്തിൻ്റെ എങ്ങനെ ചിമ്പ് വർദ്ധിപ്പിച്ചെടുക്കാം, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരും. അഴുകിപ്പോയ ചെടികൾക്ക് ചിമ്പ് നമുക്ക് വർദ്ധിപ്പിക്കാനായി ഏറ്റവും ഇപ്പം മൊത്തം അഴുകിപ്പോയി ഓൾറെഡി. ഇപ്പോൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊരി ഇങ്ങ് പോരും ഈ സാധനം. അതെ അതെ. ഇത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. ഇതിന് COC എക്സാമണസോളം ചുവട്ടിൽ ആദ്യമേ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ 1/2 കിലോ COC 200 ഗ്രാം 200 ml നമ്മുടെ സമ്മർദ്ദം എന്ന് പറഞ്ഞ എക്സാമണസോൾ ടാറ്റയുടെ തന്നെ, അതൊരു 10 ലിറ്റർ ഇതിൻ്റെ കട കൂട്ടി അങ്ങ് ഒഴിക്കുക ഫസ്റ്റിലെ. അപ്പോൾ തന്നെ ഇതിൻ്റെ ചുറ്റിനും ഇതുണ്ടല്ലോ പുതിയ ചിമ്പുകൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ പരിപാലിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ചെടികൾക്ക് ഉറപ്പായിട്ട് നിമറ്റോഡ് കാണും. അഴുകിൽ വന്നിട്ടുണ്ടോ നിമറ്റോഡ്? 100% ചെടികൾക്ക് നിമറ്റോഡ് കാണും. ആ നിമറ്റോഡിനോട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിമ്പ് ചുറ്റിനും അടിക്കും. അപ്പോൾ അതിനെ ത്രീനാഷ് ഉപയോഗിക്കണം. അതിനെ ത്രീനാഷ് ഉപയോഗിക്കാൻ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മൾ തുടങ്ങുവാണ്. ഇതിപ്പോൾ ചിമ്പടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അത് ത്രീനാഷ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ചിമ്പിൻ്റെ അറ്റം ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ്. ഇതുണ്ടോ, നിലവിൽ ഇതുപോലെ വെള്ളമൊക്കെ പിടിച്ച് അതിൻ്റെ അറ്റം ഇരിക്കുവാണ്. ആ ബൾബ് സഹിതം ബാക്കിയുള്ളത് ചീഞ്ഞ് അതിൻ്റെ അകത്ത് ഇരിക്കുവാണ്. അത് ബാക്കി നമ്മൾ അതിനെ ദ്രവിപ്പിച്ച് കളയണം. എങ്കിലേ നമുക്ക് ഇതിൻ്റെ അകം കൂട്ടി ചിമ്പടിക്കത്തുള്ളൂ. അകത്തോട്ട് വരണമെങ്കിൽ അതിന് നമ്മൾ കുമ്മായം 10 കിലോ കുമ്മായത്തിൽ 1 കിലോ സൾഫർ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു കൈ വാരി ഇതിൻ്റെ ചുവട്ടിലിടണം, ഇതിൻ്റെ അകത്ത് ഇടണം. അകത്ത് ഒരു കൈ വാരിയിട്ടാൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. നമ്മൾ ഒരു ഒറ്റ കൈ വാരിയിട്ട് ചുറ്റിനും ആ ബൾബിൻ്റെ മുകളിലോട്ട് ഇടുക. അപ്പോൾ ഈ വെള്ളം പിടിച്ചിരിക്കുന്ന സാധനം എല്ലാം വെള്ളം അങ്ങോട്ട് വറ്റും. വെള്ളം പറ്റിപ്പോയി കഴിയുമ്പോൾ നമ്മൾ ബാക്ടീരിയ ഉണ്ട്, ബാക്ടീരിയ അതൊന്ന് സ്പ്രേ ചെയ്ത് ചുവട്ടിലോട്ട് ശകലോട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ദ്രവിച്ച് അങ്ങ് പുട്ടുപോലെ ആയിപ്പോകും. ബാക്ടീരിയ എങ്ങനെയാണ് തയ്യാറാക്കുക? ബാക്ടീരിയ നമുക്ക് ലൈവായിട്ട് ഒഴിക്കാൻ പറ്റും. ഇപ്പോൾ കടകളിലൊക്കെ അവൈലബിൾ ആണ് ബാക്ടീരിയ. 1 ലിറ്റർ അല്ലേ? 1 ലിറ്ററിന് 700 രൂപ, 680 ആണെന്ന് എനിക്ക് തോന്നുന്നു, അത്രയും രൂപ വില. അത് 2 മില്ലിയാണ് ഡോസേജ്. 2 മില്ലി 200 ലിറ്റർ അല്ല, 2 മില്ലി അല്ല, 1 ലിറ്ററിന് 2 മില്ലി 200-400 മില്ലി ചേർത്ത് കട കൂട്ടി അങ്ങ് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് മതിയോ? അത് മതി. സ്പ്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രേയും ചോട്ടോട്ട് 1 ലിറ്ററെങ്കിലും വീഴണം. എങ്കിലേ അത് മൊത്തം ദ്രവിച്ചങ്ങ് പോകും. ദ്രവിച്ച് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിമറ്റോടും മാറി ഈ സാധനം ദ്രവിച്ച് പോയി കഴിയുമ്പോൾ അകത്തൂടെ ഫുള്ള് ചിമ്പടിച്ച് അടുത്ത വർഷം നമുക്കൊരു എന്നെ കാണിച്ചാലും ഒരു 35-40 ചിമ്പാക്കി ഈ സാധനം എടുക്കാൻ പറ്റും. നമ്മളിത് റീപ്ലാന്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഓൾറെഡി ഇല്ല. ഇങ്ങനെ തട്ടം പറഞ്ഞവർക്ക് ഏറ്റവും എളുപ്പമുള്ള കണക്കുമാണിത്. ഇത് അകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് അകത്തെ ചിമ്പ് അടിക്കത്തില്ല. ഈ പുറത്തുകൂടെ 5-6 ചിമ്പ് അടിച്ചിട്ട് ഇത് കാല് വിരിഞ്ഞ് നിങ്ങൾ ആഴോട്ടിറങ്ങി വരും. നമ്മൾ ആ ചെടി അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ അകത്തെ കിഴങ്ങ് കളയണം. അത് പുതിയ ചെടിയാണെങ്കിലും പഴയ ചെടിയാണ്. ഈ പഴയ ചെടിയിൽ കിഴങ്ങ് കളയാനായിട്ട് ഏറ്റവും നല്ലൊരു ടിപ്പാണിത്. നമ്മുടെ സൾഫർ കുമ്മായം അകത്ത് ഒത്തിരി ഇടരുത്. നമ്മൾ ചുറ്റോടും വാരി ഇടാനല്ല പറയണേ, അകത്തൊരു കൈ വാരി ഇടുക. 10:1 എന്ന രീതിയിൽ 10:1 എന്ന രീതിയിൽ ഇടുക. അതിനുശേഷം ഒരു 20 ദിവസം കഴിയുമ്പോൾ ബാക്ടീരിയ നമ്മൾ സ്പ്രേയും ഒരു സെമി ഡ്രഞ്ചിങ് കൂടെ കൂട്ടി അകത്ത് ഒഴിച്ചു കൊടുക്കുക. ബാക്ടീരിയയ്ക്ക് പകരം WDC ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ അതിനെ കൾച്ചർ ചെയ്യണം. കൾച്ചർ ചെയ്യുമ്പോൾ അത് ശർക്കര വേണം. അപ്പോൾ അഴുകലിൻ്റെ അകത്തോട്ട് കൾച്ചറൂടെ ചെയ്ത് ശർക്കരയാണ് ഒഴിച്ച് ചെയ്യുമ്പോൾ വീണ്ടും ബന്ധരിക്കിടുന്നു. അതുകൊണ്ട് അതത്ര കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അത് ശരിക്കും നമ്മുടെ ഈ ചപ്പ് ചവറുകൾ ഡീകമ്പോസ് ചെയ്യാനാണ്. മരമൊക്കെ വെട്ടിയിട്ടിട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്യാനാണ് ഏറ്റവും നല്ലത് വേസ്റ്റ് ഡീകമ്പോസർ ഉപയോഗിക്കുന്നത്. അത് നല്ല രീതിയിൽ പൊടിഞ്ഞ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന തോട്ടമായിരുന്നു. ഇതിപ്പോൾ ഒരു സാധനം പോലും നമുക്ക് മിച്ചമില്ല. ഇപ്പോൾ മണ്ണായി, അതായത് നമ്മുടെ ജൂണിലൂടെ വരുമായിരുന്നെങ്കിൽ ഫുള്ള് ഇതിനകത്ത് കയറി നടക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ചപ്പ് ചവറുകളായിരുന്നു. അത് വേസ്റ്റ് ഡീകമ്പോസർ ഉപയോഗിച്ച് ഫുള്ള് ദ്രവിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ നമുക്ക് ലൈവായിട്ട് നൈട്രജൻ, ഫോസ്ഫറസ് എല്ലാം ഈ ചപ്പ് ചവറുകളിൽ നിന്ന് കിട്ടുവാണ്. അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി.
അത് നമ്മൾ ശർക്കര വേണം കൾച്ചർ ചെയ്തെടുക്കാൻ. ബാക്ടീരിയ ആണെങ്കിലും 1 ലിറ്റർ അത് നമുക്ക് കൾച്ചർ ചെയ്യാം, ഏത് ബാക്ടീരിയയിലും കൾച്ചർ ചെയ്യാം. പക്ഷേ ഏലത്തിന് കൾച്ചർ ചെയ്ത് ശർക്കരയ്ക്കകത്ത് കൾച്ചർ ചെയ്ത് അത്ര മെച്ചമല്ല. പിന്നെ നമ്മുടെ കിഴങ്ങിൻ്റെ അകത്ത് കൾച്ചർ ചെയ്യാം, കഞ്ഞിവെള്ളത്തിൽ കൾച്ചർ ചെയ്യാം, തേങ്ങാവെള്ളത്തിൽ കൾച്ചർ ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ നമ്മൾ പോകുന്നവരെക്കാരൻ്റെ 4 പണി മതി. ഇത് ലൈവായിട്ട് കളിച്ച് വെച്ച് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഇതുപോലെ കനത്ത മഴ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ അഴുകൽ? അതെ, ഇതിപ്പോൾ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വന്നേച്ച് വേറെ ഒരു സ്ഥലത്തോടും വെട്ടി തിരിച്ചു വിടാം. എങ്ങോട്ട് വിട്ടാലേ ഏലത്തിൻ്റെ അകത്തൂടെ പോകത്തുള്ളൂ. അപ്പം നമ്മൾ അതുകൊണ്ട് അത് മൈൻഡ് ചെയ്തില്ല. അവിടെ ഉറപ്പായിട്ടും അവസാനം അഴുകി. അതായത് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 40-50 ജിമ്മയിലും ഉണ്ടായിരുന്നതാണ്. 24 മണിക്കൂർ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലത്തേന്ന് തന്നെ ചോട്ടിൽ നായലുണ്ട്. പുറത്തുനിന്നുള്ള വെള്ളം കൂടി ആയി കഴിയുമ്പോൾ ചെടിക്ക് പിടിച്ചിരിക്കാൻ പറ്റും. ഒരാഴ്ചയോളം വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഏത് ചെടി അഴുകിപ്പോയി. നമ്മൾ എന്ത് ട്രൈക്കോ അല്ല എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അഴുകിപ്പോയി. അപ്പോൾ ഒരുപാട് നന്ദി പ്രസാദ് ചേട്ടാ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടും. അതെ, ഉറപ്പായിട്ടും ഒരു അഴുകി നിൽക്കുന്ന ഒരു 10 അടിക്ക് ചെയ്ത് നോക്കൂ. കൊത്തിപ്പറിച്ച് കളയാതെ 10 അടിക്ക് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മൾ ലൈവായിട്ടാണല്ലോ കാണിക്കുന്നത്. ഇപ്പം തന്നെ ഒരു 10-18 ജിമ്പിനടുത്ത് പുതിയതായിട്ട് ഉണ്ടായി വരുന്നത് കൂട്ടി ഒരു 10-20 ജിമ്പ് ഓൾറെഡി ഇപ്പോൾ ഈ ചൂട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ നെമറ്റോഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ അടുത്ത വർഷം ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് ചെടി വയ്ക്കും. 1 ലിറ്റർ ബാക്ടീരിയ ഉണ്ടെങ്കിൽ 400 ലിറ്ററിനുണ്ടല്ലോ? ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ കലക്കി 10 ലിറ്റർ വെച്ച് ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതെ, 10 ലിറ്റർ ഒന്നും കൊടുക്കണ്ട, വേണ്ട ഒരു 5 ലിറ്റർ താഴെ കൊടുത്താൽ മതി. ഓക്കെ, അത് നനഞ്ഞു കിട്ടിയാൽ മതി. അതെ, നനഞ്ഞു കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ സ്പ്രേ തന്നെ ആകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ബെറ്റർ, ഒത്തിരി ചെടികൾക്ക് ഉപയോഗിക്കാമല്ലോ. ഓക്കെ ചേട്ടാ, താങ്ക്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ COC ഹെക്സാഗോണസോൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 ദിവസം കഴിയുമ്പോൾ പോയിട്ട് തട്ട ഇങ്ങനെ വലിച്ചു നോക്കണം. വലിച്ചു നോക്കി കഴിയുമ്പോൾ ഓൾറെഡി ഈ തട്ട ഇങ്ങനെ ഊരിപ്പോരണം. അതായത് ഇതിൽ നിന്ന് ചീഞ്ഞ പരിപാടി അകത്തുനിന്ന് ഇങ്ങനെ ഊരിപ്പോരണം. ഈ പരുവത്തിൽ നിൽക്കണം. ഈ പരുവത്തിൽ നിന്നതിന് ശേഷം വേണം നമ്മൾ കുമ്മായ സൾഫർ. അപ്പോൾ ഈ ബൾബിൻ്റെ താഴത്തേക്കുള്ള ഭാഗം മണ്ണിൽ തന്നെ ഉണ്ട്? ബൾബിൻ്റെ താഴത്തോട്ടുള്ള ഭാഗം മണ്ണിൽ തന്നെയുണ്ട്. അല്ലാതെ നമ്മൾ ഓടിയങ്ങ് എന്നിട്ട് തട്ട മറിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് വലിച്ചാൽ പോരത്തില്ല. അപ്പോൾ ആ വലിച്ചാൽ പോരുന്ന പരുവം വരെ നമ്മൾ ആയതിനു ശേഷമേ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഇത് കണ്ടോ ഇങ്ങനെ ചീഞ്ഞ് നല്ല ഇങ്ങനെ ഊരിപ്പോരും. ഈ ഒരു കണ്ടീഷനിൽ വേണം, ഇതുപോലെ വെള്ളാംശം ഉള്ളപ്പം വേണം നമ്മൾ സൾഫർ കുമ്മായ ഇട്ട് കൊടുക്കാൻ. എങ്കിലേ ആ സാധനം പൊടിയാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് ആകത്തുള്ളൂ. ഓക്കെ.